രാഷ്ട്രപതിക്കെതിരെ ഹർജിയുമായി കേരളം എന്നുള്ളതാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അനുമതി വൈകിക്കുന്നതിനെതിരെയാണ് ഹർജി. സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിക്കെതിരെ കേരളം ഹർജി നൽകി. ഗവർണറും ഹർജിയിൽ എതിർകക്ഷിയാണ്. രാഷ്ട്രപതിക്കെതിരെയാണ് സംസ്ഥാനത്തിന്റെ ഹർജി. വാർത്തയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ആർ രാധാകൃഷ്ണൻ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്, അതങ്ങനെ കേട്ടുകഴിവുള്ളതല്ല. രാഷ്ട്രപതിക്കെതിരെ ഏതെങ്കിലും സംസ്ഥാനം നേരത്തെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല, നമ്മുടെ അറിവിലേക്ക് ഇല്ലാത്തതാണെന്ന് അറിയാം. എന്തായാലും സമീപകാലത്ത് അങ്ങനെ രാഷ്ട്രപതിക്കെതിരെ ഒരു നീക്കം ഒരു സംസ്ഥാനം നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ 1 ഒന്നാം പൗരനാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാനം നീങ്ങുന്ന പശ്ചാത്തലം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേയധികം ബില്ലുകൾ അവിടെയുണ്ട്. ആ ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നു, അല്ലെങ്കിൽ ഗവർണർ കൊടുക്കുന്ന ബില്ലുകൾ ലോകായുക്ത ഒറ്റ ബില്ല് മാത്രമാണ് രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചയച്ചത്. രാധാകൃഷ്ണൻ അങ്ങേയറ്റം അസാധാരണമാണ്, അങ്ങേയറ്റം പതിവില്ലാത്ത നീക്കം സംസ്ഥാനം നടത്തുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ്, എന്താണ് സുപ്രീം കോടതിയിൽ പറയുന്നത് സംസ്ഥാനം? സംസ്ഥാനം ഈ വിധത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത് സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ അവകാശത്തെ തടസ്സപ്പെടുത്തുന്നത് വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രാഷ്ട്രപതി ഈ കേസിലെ കക്ഷിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ അധികാരം കവരുന്നു എന്ന വിഷയത്തിൽ അതിന്മേലുള്ള സംരക്ഷണം തേടാനാണ് സംസ്ഥാനം ശ്രമിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ പക്കൽ ചില ബില്ലുകളുണ്ട്. ആ ബില്ലുകൾ ഉചിത സമയത്ത് അംഗീകാരം ലഭിക്കുന്നില്ല. വർഷങ്ങളോളം വൈകിപ്പിക്കപ്പെട്ട ഗവർണർ വൈകിപ്പിച്ച ബില്ലുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൽ ഒരു തീരുമാനം സമയബന്ധിതമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാകുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ വിഷയത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിന്റെ ഇടപെടൽ. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടലാണ്. കാരണം രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉചിത അധികാര സ്ഥാനം എന്നത് രാഷ്ട്രപതിയാണ്. പ്രഥമ പൗര എന്ന രീതിയിൽ മാത്രമല്ല, എല്ലാ പ്രവൃത്തികളും സർക്കാരിന്റെ, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആണെങ്കിൽ പോലും രാഷ്ട്രപതിയുടെ പേരിലാണ് അത് നിറവേറ്റപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് ഒരു കേസ് എത്തുമ്പോൾ അതിന് നിയമപരമായിട്ടുള്ള വിവിധ മാനങ്ങളുണ്ട്. വിശദമായിട്ടുള്ള നിയമോപദേശം ഇതുമായി ബന്ധപ്പെട്ട് കേരളം തേടിയിരുന്നു. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജിയുമായിട്ട് കേരളം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഈ ഗവർണർ സംസ്ഥാനത്തെ ഉപദ്രവിക്കുന്നു എന്ന് സംസ്ഥാനത്തിന്റെ പരാതിയാണ്. ആ പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് പറയാൻ കാരണം സുപ്രീം കോടതി ഗവർണർക്ക് നൽകിയ പല നിർദ്ദേശങ്ങളുമാണ്. അപ്പോൾ ഗവർണർക്കെതിരെയുള്ള ഒരു ഹർജിയിൽ സാങ്കേതികമായി രാഷ്ട്രപതി കൂടി ചേരുന്നു എന്നുള്ളതേ ഉള്ളൂ, അതോ രാഷ്ട്രപതിക്കെതിരെ നേർക്കുന്ന ഒരു ഹർജിയാണോ? ഇതിൽ നമുക്ക് നേർക്കുനേർ ഹർജി എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നത് ഗവർണർക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടിരിക്കെ സുപ്രീം കോടതി അടക്കം അത് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഗവർണർ പരിഗണിച്ച് വൈകിപ്പിച്ച ബില്ലുകൾ വീണ്ടും ഈ കാലം ഒരുപാട് വൈകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അത് ഉചിതമായിട്ടുള്ള ഭരണഘടനാ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അത് വേഗത്തിൽ രാഷ്ട്രപതിയുടെ പക്കൽ എത്തുമ്പോൾ വേഗത്തിൽ അത് പരിഗണിച്ച് തിരിച്ച് അയക്കേണ്ടതാണ്, അംഗീകരിച്ച് അയക്കേണ്ടതാണ്. അതുണ്ടാകുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഫലത്തിൽ ഈ ഗവർണറെയാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് പറയാമെങ്കിലും രാഷ്ട്രപതിയെ ഒട്ടും താഴ്ചയിലല്ലാത്ത വിധത്തിൽ സംസ്ഥാനം ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വിമർശിക്കാൻ ശ്രമിക്കുന്നു, അഥവാ നടപടികൾ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നു. ഹാഷ്മി. ജംഷീർ പറയുന്നു പതിവില്ലാത്തതാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഇത് അസാധാരണമാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിക്കെതിരെയാണ് നേർക്കുന്ന ഒരു ഹർജിയെങ്കിൽ അത് പതിവില്ലാത്തതാണ്, അങ്ങേയറ്റം അസാധാരണമാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഗത്യന്തരമില്ലാതെ കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാകും കാര്യം. അത്രത്തോളം ഗവർണർ സംസ്ഥാനത്തെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ പരാതി. സുപ്രീം കോടതിയിൽ ഇത് പല ആവർത്തി അറിയിച്ചതുമാണ്.